ഈ അല്പത്തരം അതിരുവിട്ട പെരുമാറ്റം, അതിര് കവിഞ്ഞ ഇടപെടൽ, ഇതൊന്നും അധികാരത്തിലുള്ള ആർക്കും ഉചിതമായ ഒന്നല്ല. ടീം യു ഡി എഫ് ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ടീം യു ഡി എഫിൻ്റെ വലിയ മഹത്തരമായ സംഗതികളെക്കാൾ മറുവശത്ത് കാട്ടിക്കൂട്ടിയ ജനങ്ങളെ മറന്നുള്ള പെരുമാറ്റത്തിനും അല്പത്തരത്തിനും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും നിഷേധത്തിനുമെതിരെയുള്ള നിഷേധ വോട്ടായിരുന്നു. ആ നിഷേധ വോട്ടിൻ്റെ പിൻബലത്തിൽ ജയിച്ച നിങ്ങൾ അല്പന്മാരും നിഷേധികളും അതിര് കടക്കുന്നവരും ആയിക്കൂടാ എന്നത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ജനമാണ് ഏറ്റവും വലിയ പ്രോട്ടോക്കോൾ, ജനമാണ് ഏറ്റവും വലിയ വിധികർത്താവ്. ആ ജനത്തിനകത്ത് നിങ്ങൾ എന്തും കാണിച്ചാൽ പിന്തുണയ്ക്കുന്ന കുറച്ച് ലൈക്കാളികളും കമൻ്റാളികളും അടിമക്കണ്ണുകളുമാണ് എന്ന് വിചാരിച്ച ആ മണ്ടന്മാരാണ് തോറ്റുപോയത്. അവരുടെ പോസ്റ്റിനും ഉണ്ടായിരുന്നു 1600 2000 ഷെയർ, 3000 ഷെഹർ, 14000 ലൈക്ക്, 25000 കമൻറ്റ്. പക്ഷേ എണ്ണിയപ്പോൾ 35 28 സീറ്റൊക്കെ കിട്ടിയുള്ളൂ. ആ കമൻ്റ് എവിടെ പോയി, ആ ലൈക്ക് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് കുറേ മനോരോഗികൾ, നിങ്ങളുടെ മനോരോഗ പ്രവർത്തികളോട് താതാത്മ്യം പ്രാപിച്ചവർ ഇരുന്ന് ചൊറിഞ്ഞും തരുന്നതാണ്. അതാണ് ജനമെന്ന് നിങ്ങൾ കരുതരുത്. അതല്ല ജനം. ജനം വളരെ കൃത്യമായി നിങ്ങളെ നോക്കിക്കാണുന്നവരാണ്. നിങ്ങൾ ഇരിക്കേണ്ടടുത്തേ ഇരിക്കാവൂ, നിങ്ങൾ കടന്നിരിക്കരുത്. നിങ്ങൾ എപ്പോഴും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ചിടിച്ചു കയറിയാൽ നിങ്ങളെ പുറകിൽ കൊണ്ട് നിർത്തും ഈ ജനം. അതേസമയം നിങ്ങൾ പുറകിലും അതിനിടയിലുമൊക്കെ സ്വാഭാവികമായി നിന്നാൽ നിങ്ങൾ മുന്നിൽ നിൽക്കട്ടെ എന്നെന്നും വിചാരിക്കും. നിങ്ങൾ റീലുണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനായി ചുമതലപ്പെടുത്തുന്നവൻ്റെ ലീലാവിലാസങ്ങൾക്കനുസരിച്ച് അവൻ സൃഷ്ടിക്കുന്ന മായിക ഭ്രമത്തിൽ നിങ്ങൾ വീണുപോകരുത്. നിങ്ങൾക്ക് ബോധവും ബോധ്യവും ഒക്കെ ഉണ്ടാവണം. നിങ്ങളെപ്പോഴും ചിന്തിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ പ്രോട്ടോക്കോൾ ജനമാണ്. ഉച്ചകുത്തി താഴെ വീണാൽ പിന്നെ നിങ്ങളെ തിരക്കാൻ ഒരു ടീം ഉണ്ടാവില്ല എന്നത് ഒരു നാടൻ ഭാഷയിൽ പ്രയോഗിച്ചു പോയതാണ്, അത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ളതല്ലെങ്കിലും. പിന്നെ ഉദ്യോഗസ്ഥന്മാർ, അവർ മുതുകുറ്റികളാണ്. എത്രയോ വർഷങ്ങളായി ഏതെല്ലാം ആളുകളുടെ വാഴ്ചയും വീഴ്ചയും കണ്ടവരാണ്. അവർ ചിലതിനൊക്കെ ഒട്ടി നിൽക്കും, നിങ്ങളെ സല്യൂട്ട് അടിച്ചെന്ന് വന്നേക്കും, ദേ ഇവിടെ സാറങ്ങ് കിടന്നു എന്ന് പറയും. പക്ഷേ ആ കിടക്കാതിരിക്കേണ്ട മര്യാദ കാണിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ കിടന്നാൽ അപ്പം തന്നെ നിങ്ങളെ അളക്കാൻ വേണ്ടിയിട്ടാണ് കിടന്നോളാൻ പറയുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്തതും അനാവശ്യമായതും ഒന്നും ആസ്വദിക്കാനും അതിൻ്റെ മേൽ അഹങ്കരിക്കാനും അതിൻ്റെ മേൽ ഈ പറഞ്ഞതുപോലെ സന്തോഷിക്കാനും റീലും കമൻറ്റും അതിൻ്റെ ഷെഹറും ലൈക്കും ഒക്കെ കണ്ട് ആ ഷെഹറാണ് വലുത് എന്നൊക്കെ വിചാരിച്ചു പോയാൽ ഷെഹറല്ല വലുത്, അത് ജനങ്ങളാണ്. അതുകൊണ്ട് അല്പത്തരം അതിരുവിട്ട പെരുമാറ്റം, അനാവശ്യമായ കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ച് നല്ല ശ്രദ്ധയും ബോധവും വേണം. ചിലപ്പോഴൊക്കെ അങ്ങ് ഒത്തെന്ന് വിചാരിച്ച് എല്ലാം എപ്പോഴും ഒക്കില്ല. അതുകൊണ്ട് ആ ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനേക്കാൾ വലിയ പ്രകമ്പനം കൊള്ളിച്ചവരൊക്കെ നമ്മൾ സാധാരണ ഈ പള്ളിയേത്ത് പോകുമ്പോൾ പറയും, അല്ലെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട്. എന്താണെന്നറിയോ, പള്ളിക്കകത്തേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ അതിലെ മീസാൻകളിൽ എഴുതി വെച്ചിരിക്കുന്ന പേരൊക്കെ ഞാൻ കാണുമ്പോൾ എത്ര നീട്ടിപ്പിടിച്ച പേരുകളാണ്. പക്ഷേ എന്തുണ്ട് അവസാനം തുറന്നു നോക്കുമ്പോൾ? അതുപോലെ തന്നെയാണ് അധികാരവും. ഒരുപാട് മഹാപേരുകാർ ആരുമില്ലാതെ ഓരോരുത്തടുത്ത് സ്വന്തം ചിന്തകളോട് താതാത്മ്യപ്പെട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട്. സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചാൽ വലിയ കുഴപ്പമില്ല. സ്വയം അഹങ്കരിച്ച് വീണുപോയാൽ അത് വലിയ പ്രയാസമായ കാര്യമാണ്. ഒന്ന് തോറ്റ് പിന്നീട് ജയിച്ചവരോട് നിർബന്ധമായും ആദ്യമായി ജയിക്കുന്നവർ ഒന്ന് കേട്ട് പഠിക്കണം. അത്രയേ ഉള്ളൂ എൻ്റെ അഭ്യർത്ഥന.